Question number 9. Let star be a binary operation on the set Q of rational numbers as follows. First, a star b is equal to a minus b. Second, a star b is equal to a square plus b square. A star b is equal to a plus ab. A star b is equal to a minus b whole square. A star b is equal to ab by 4. A star b is equal to ab square. Find which of the binary operations are commutative and which are associative. ഒരു 6 ബൈനറി ഓപ്പറേഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കമ്മ്യൂട്ടേറ്റീവ്, ഏതാണ് അസോസിയേറ്റീവ്, അതാണ് നമുക്കിൽ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ബൈനറി ഓപ്പറേഷൻ എടുക്കുകയാണ്. സ്റ്റാർ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു എ മൈനസ് ബി ആണ്. ക്യൂവിലാണ് തന്നിരിക്കുന്നത്, അതായത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സിലാണ് തന്നിരിക്കുന്നത്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ നോക്കണം. കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്താണ്? ബി മൈനസ് എ ആണ്. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണല്ലോ. ഇത് രണ്ടും ഈക്വൽ ആവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹെൻസ് എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. Therefore, star is not commutative. ഇവിടെ സബ്ട്രാക്ഷനാണ് വരുന്നത്. നമുക്കറിയാം സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. അത് മുന്നേ നമ്മൾ പ്രോബ്ലംസിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടെ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി ഇത് അസോസിയേറ്റീവ് ആണോ നോക്കണം. എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു അസോസിയേറ്റീവ് ആവുന്നുണ്ടെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. എയും ബിയും സിയും ഒക്കെ ക്യൂവിലത്തെ എലമെൻറ്റ്സ് ആയിരിക്കണം. എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ആണ് സ്റ്റാർ സി. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ എ മൈനസ് ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അതായത് എ മൈനസ് ബി മൈനസ് സി ആണ് എ സ്റ്റാർ ബി സ്റ്റാർ സി വരുന്നത്. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. ഇനി എ സ്റ്റാർ ബി മൈനസ് സി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ മൈനസ് ബി മൈനസ് സി, രണ്ടിൻ്റെയും ഡിഫറൻസ്. അതായത് എ മൈനസ് ബി മൈനസ് മൈനസും പ്ലസ് സി. എ മൈനസ് ബി മൈനസ് സിയും എ മൈനസ് ബി പ്ലസ് സിയും ഈക്വൽ അല്ലല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. Therefore, star is not associative. അപ്പോൾ ഈ സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല. ഇനി സെക്കൻഡ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാം. ബി സ്റ്റാർ എ എടുക്കുകയാണ്. ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ. ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബിയുടെ സ്ക്വയർ പ്ലസ് എയുടെ സ്ക്വയർ. നമുക്കിത് തിരിച്ചിടാലോ. അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞ കിട്ടി. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. Therefore, star is commutative. ഇനി സ്റ്റാർ അസോസിയേറ്റീവ് ആണോ നോക്കാം. അസോസിയേറ്റീവ് ആണോ നോക്കാനായിട്ട് ആദ്യം തന്നെ എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എയുടെ സ്ക്വയർ പ്ലസ് ബിയുടെ സ്ക്വയർ സ്റ്റാർ സി ആണ്. അപ്പോൾ എന്ത് വരും? ഇതിപ്പോൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ എന്ത് വരും? ബിയുടെ സ്ക്വയർ പ്ലസ് സിയുടെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എയുടെ സ്ക്വയർ പ്ലസ് ഇത് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയും സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ അല്ല. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞു കിട്ടും. Therefore, star is not associative. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ അസോസിയേറ്റീവ് അല്ല.
ഇനി തേർഡ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ബി ആണ്. ഇത് ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ് നോക്കാം. എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ബി ആണ്. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്താ വരിക? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്. അപ്പോൾ ബി സ്റ്റാർ എ എന്ന് പറയുന്നത് വരും ബി പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബി എ ആണ്. ഇത് വേണമെങ്കിൽ ബി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എഴുതാം. പക്ഷേ എന്നാലും എ സ്റ്റാർ ബിയോട് ഇത് ഈക്വൽ ആവില്ല. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ പ്ലസ് എ ബി ആണ്. നമ്മൾ ഇതിനെ ബി സ്റ്റാർ എനെ ബി പ്ലസ് എ ബി എന്ന് എഴുതിയാലും എയും ബിയും ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഇത് അസോസിയേറ്റീവ് ആണോ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുകയാണ്. ഇതെന്ത് വരും? എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എ പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എ ബി സ്റ്റാർ സി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് എഴുതി പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ്, അതായത് എ പ്ലസ് എ ബി ഇൻറ്റു സി. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? എ പ്ലസ് എ ബി പ്ലസ് എ സി പ്ലസ് എ ബി സി എന്ന് പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് ഏതാ വരുന്നത്? എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ബി പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബി പ്ലസ് ബി സി. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എ പ്ലസ് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എ ഇൻറ്റു ബി പ്ലസ് ബി സി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? എ പ്ലസ് എ ബി പ്ലസ് എ ബി സി. മുന്നേ ഇത് നോക്കി വയ്ക്കാൻ എ പ്ലസ് എ ബി പ്ലസ് എ സി പ്ലസ് എ ബി സി ഉണ്ട്. ഇവിടെ എ പ്ലസ് എ ബി പ്ലസ് എ ബി സി ഉള്ളൂ. എ സി ഇതിൽ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവില്ലല്ലോ. എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. അപ്പോൾ എന്ത് പറയാം? ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല. ഫോർത്ത് എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇനി കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാം. ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്ത് വരും? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ സ്ക്വയർ. ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എന്ത് വരും? ബി മൈനസ് എ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. ഇതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. അതായത് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞു കിട്ടി. ദെർഫോർ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാണ്ട് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ബി മൈനസ് എ ആണ്. എ മൈനസ് ബി ബി മൈനസ് എയും സൈനിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അത് എന്തായാലും പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഇതിന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇതിൽ ബി സ്റ്റാർ എയിൽ നിന്ന് എ സ്റ്റാർ ബി കിട്ടും. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണോ നോക്കണം. അസോസിയേറ്റീവ് ആണ് നോക്കാനായിട്ട് ഫസ്റ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി എടുക്കുകയാണ്. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ സ്ക്വയർ സ്റ്റാർ സി. അപ്പോൾ ഇതെന്ത് വരും? എ മൈനസ് ബി ഹോൾ സ്ക്വയർ സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ആദ്യം രണ്ടിൻ്റെയും ഡിഫറൻസ് ചെയ്താൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് സി ഡിഫറൻസിൻ്റെ സ്ക്വയർ. ഇതാണ് എ സ്റ്റാർ ബി സ്റ്റാർ സി വരുന്നത്. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി which is equal to a star b star c എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻസിൻ്റെ സ്ക്വയർ which is equal to ഇനി എ സ്റ്റാർ ബി മൈനസ് സി സ്റ്റാർ ആണ്. അപ്പോൾ ആദ്യം തന്നെ രണ്ടിൻ്റെയും ഡിഫറൻസ് ചെയ്താൽ എ മൈനസ് ബി മൈനസ് സി സ്ക്വയർ. രണ്ടിനും ഡിഫറൻസ് എഴുതി ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ മൈനസ് സിയും എ മൈനസ് ബി മൈനസ് സി ഹോൾ സ്ക്വയറും ഇത് രണ്ടും സെയിം അല്ലല്ലോ. ഇത് രണ്ടും ഈക്വൽ ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അല്ലെന്ന് പറയാം. എ സ്റ്റാർ ദെർഫോർ എ സ്റ്റാർ ബി സ്റ്റാർ സി നോട്ട് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്.
ഈ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ അസോസിയേറ്റീവ് അല്ല. ഫിഫ്ത്ത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ബൈ 4 ആയിരുന്നു. അതായത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബൈ 4. ഇനി ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാം. ബി സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എന്ത് വരും, രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബൈ 4 ആണ്. ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ബി എനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം, എ ബി ബൈ 4 എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. അപ്പോൾ എ ബി ബൈ 4 എന്ന് പറയുന്നത് എന്താ, എ സ്റ്റാർ ബി ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞ് കിട്ടി. Therefore, star is commutative. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എവിടെ എടുക്കുകയാണെങ്കിലും നമുക്കത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞ് കിട്ടുക. ബി സ്റ്റാർ എ നമുക്ക് ബി എ ബൈ 4 എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു തിരിച്ചിടാം എ ബി ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ എ സ്റ്റാർ ബി ആയി. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ്. ഇത് അസോസിയേറ്റീവ് ആണോ നോക്കണം. അപ്പോൾ അസോസിയേറ്റീവ് ആണോ നോക്കാനായിട്ട് എ സ്റ്റാർ ബി സ്റ്റാർ സി എഴുതി. എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബൈ 4. സ്റ്റാർ സി ആണ്. അപ്പോൾ ഇത് എന്ത് വരും, രണ്ടിൻ്റെ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ബൈ 4 ആണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ചെയ്ത് ആദ്യം തന്നെ എ ബി ബൈ 4 ഇൻറ്റു സി പ്രൊഡക്റ്റ് ചെയ്ത് ഡിവൈഡ് ബൈ 4. അപ്പോൾ എന്ത് വരും, ഈ 4 നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് എടുക്കാമല്ലോ. എ ബി സി ബൈ 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 60 വരും. അതായത് എ ബി സി ബൈ 4 ഡിവൈഡഡ് ബൈ 4 ആണ് വരുന്നത്. അതായത് എ ബി സി ബൈ 4 ഇൻറ്റു 1 ബൈ 4 അല്ലേ. റെസിപ്രോക്കൽ എടുത്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലോ, ഇൻറ്റു 1 ബൈ 4. അപ്പം എ ബി സി ബൈ 16 എന്ന് പറഞ്ഞിട്ടും 4 ഇൻറ്റു 4 16 വരും. എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ ബി സി ബൈ 16 ആണെന്ന് പറഞ്ഞിട്ട്. ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എഴുതി ബൈ 4 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, ഇതിൻ്റെയും രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ചെയ്താൽ എ സ്റ്റാർ ബി സി ബൈ 4 ആണ്. അപ്പോൾ ആദ്യം തന്നെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ചെയ്താൽ, അതായത് എ ഇൻറ്റു ബി സി ബൈ 4 എഴുതി ഡിവൈഡ് ബൈ 4. ഈ 4ന് താഴോട്ട് എടുക്കാമല്ലോ. ഇതെന്ത് വരും, എ ബി സി ബൈ 16 കിട്ടും. നേരത്തെയും എ ബി സി ബൈ 16 ആയിരുന്നു, ഇതും എ ബി സി ബൈ 16 ആണ്. നമുക്ക് എന്ത് കിട്ടി, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. Therefore, സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് കിട്ടി, അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി 6th വൺ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ ആണ്. എ സ്റ്റാർ ബി ആദ്യം എ എഴുതി, പിന്നെ ബിയുടെ സ്ക്വയർ പ്രൊഡക്റ്റാണ് വരുന്നത്. എ ഇൻറ്റു ബിയുടെ സ്ക്വയർ, സെക്കൻഡിൻ്റെ സ്ക്വയർ. ഇനി ബി സ്റ്റാർ എ എന്ത് വരും, കമ്മ്യൂട്ടേറ്റീവ് ആണ് നോക്കാനായിട്ട്. ബി ആദ്യം ബി എഴുതി, പിന്നെ എയുടെ സ്ക്വയർ ബി എ സ്ക്വയർ. എ ബി സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി എ സ്ക്വയർ ആണല്ലോ. ഇതിന് നമുക്ക് നോട്ട് ഈക്വൽ ടു എ ബി സ്ക്വയർ. ബി എ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയറിനോട് ഈക്വൽ ആവില്ല. അപ്പോൾ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞിട്ടും. Therefore, star is not commutative. ഇനി സ്റ്റാർ അസോസിയേറ്റീവ് ആണ് നോക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എ ആദ്യം എഴുതി, പിന്നെ ബിയുടെ സ്ക്വയർ എ ബി സ്ക്വയർ സ്റ്റാർ സി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ സ്റ്റാർ സി ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം എ എഴുതി, എ എന്ന് പറയുന്നത് ഇവിടുത്തെ എ ബി സ്ക്വയർ ആണ്, ഇൻറ്റു സിയുടെ സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടു. ഇനി അടുത്തത് എ സ്റ്റാർ ബി സ്റ്റാർ സി ഇതാണ്. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ബി ആദ്യം എഴുതാം, പിന്നെ സിയുടെ സ്ക്വയർ എഴുതാം. എ സ്റ്റാർ ബി സി സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, എ സ്റ്റാർ ബി സി സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ആദ്യം എഴുതി, പിന്നെ ബിയുടെ സ്ക്വയർ ആണ്. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താ, ബി സി സ്ക്വയർ ആണ്. അപ്പോൾ ബി സി സ്ക്വയർ ആണ് വരുന്നത്. അതായത് എ ഇൻറ്റു ബി സ്ക്വയർ സി റേസ് ടു 4. എ ബി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എ ബി സ്ക്വയർ സി റേസ് ടു 4 ആണ്. അപ്പോൾ എന്ത് പറയാൻ പറ്റും, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. Therefore, star is not associative. ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, അസോസിയേറ്റീവ് അല്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ കാണിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.